ഹായ് വ്യൂവേഴ്സ്, ഇന്ന് രണ്ട് ബിഗ് ബോസ് 7-ലെ മത്സരാർത്ഥികളാണ് ജഡ്ജസ് ആയിട്ട് വന്നത്. പിന്നെ നമ്മുടെ സാധാരണ ജഡ്ജസ് ആയ 3 പേരായിട്ട് അവർ ജഡ്ജിങ് പാനലിരുന്നു. പിന്നെ മാസ്ക് ഓഫ് ദ സെക്ഷൻ ആയിരുന്നു പ്രണവ്. പിന്നെ സോണിയ ധൈര്യത്തെക്കുറിച്ചും അമൃത അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതോടെ മാസ് ഓഫ് ദ സെക്ഷൻ തീർന്നു. 4 ഗ്രൂപ്പ് ആക്കണമല്ലോ. അതിൽ നമ്മുടെ രാകേഷ്, താഷി, ഷിബിന, എൽദോ ഇവരെ 4 ക്യാപ്റ്റനാക്കി 4 ഗ്രൂപ്പാക്കി. ആദ്യം 2 ഗ്രൂപ്പായിരുന്നു കളിച്ചത്, നമ്മുടെ എൽദും താഷീൻ്റെ അടുത്തും. അതായത് ഒരു ചതുരത്തിനുള്ളിൽ ഒരാൾ ബോക്സ്, അവിടെ കുറേ പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്. അത് 3 പേരിങ്ങനെ ബസറടിക്കുന്നതനുസരിച്ച് ഓരോരുത്തർ കൊടുത്തിട്ട് ഏറ്റവും ഉയരത്തിൽ വെക്കുന്ന ആളായിരിക്കും ജയിക്കും. അതിൽ ജയിച്ചിട്ടുള്ളത് എൽദോ ആണ്. രണ്ടാമത് രാകേഷിൻ്റെതും ഷിബിനേൻ്റെയാണ്. അതിൽ ജയിച്ച ടീം ഷിബിനിയാണ്. തോറ്റ ടീമിലുള്ളവരെ ഔട്ട് ഹൗസിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ ജഡ്ജസായി വന്ന നാദിറക്കും സെറീനക്കും ഒരു അധികാരമുണ്ടായിരുന്നു. ഈ ഔട്ട് ഹൗസിലുള്ള ഒരാളെ സേഫാക്കിയിട്ട് നമ്മുടെ ഇന്ന ഹൗസിലുള്ള ഒരാളെ എഫിക്ഷനിലേക്ക് ഇടാം. അങ്ങനെ അഫ്നിയാസ് സേഫായി, പകരം അമൃതേന നമ്മുടെ എഫിക്ഷൻ ഇതിലേക്ക് ഇട്ടു. പിന്നെ ഒരു എക്സിക്യൂഷൻ ബൗൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ ടോപ്പിക് കൊടുത്തിട്ട് ഈ ഡേഞ്ചർ സോണിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കായിരുന്നു എല്ലാവരും. അതിൽ ലോലിറ്റിയും രാകേഷിനെയും കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ അടുത്തത് എഫിക്ഷനാണ്. അതായത് ഫസ്റ്റ് എഫിക്ഷൻ വരുന്നത് നമ്മുടെ ലോലിറ്റിയാണ്. അതൊരു ബോക്സിൽ കൈയിട്ടിട്ട് കളറ് പച്ചയാണെങ്കിൽ സേഫ്, ചുവപ്പാണ് എങ്കിൽ ഔട്ടാണ്. രാകേഷ് സേഫാണ്. പിന്നെ വരുന്നത് വൈശാഖാണ്. വൈശാഖും ഔട്ടായി. പിന്നെ അമൃത ഔട്ടായി. പിന്നെ ശ്യാം സേഫായി. അളകനന്ദിയാണ്. അളകനന്ദിയും എലിമിനേറ്റഡായി. പിന്നെ വരുന്നത് നമ്മുടെ ലോലിറ്റിയാണ്. ലോലിറ്റിയും സേഫായി. പിന്നെയുള്ളത് പ്രണവാണ്. പ്രണവും എലിമിനേറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.